ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയതാ ഞാനിവിടെ ഒരു 1.5 കിലോനോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ കുറച്ച് തൈരും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തൈര് ചേർത്താൽ ഇത് ചിക്കൻക്ക് ഒന്നും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമുക്കാൽ മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് നമ്മൾ എത്ര വെക്കണം അത്രയും മസാലയൊക്കെ നന്നായി ഒന്ന് ചിക്കനിലൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ ചേർക്കുന്ന ഉള്ളി മൊത്തം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് 6 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. ഇതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഇളക്കി കൊടുക്കുക, കൈ എടുക്കാതെ ഇളക്കണം, കാരണം ഇത് പെട്ടെന്ന് കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് സ്പ്രെഡ് ഓയിലൊക്കെ ഇതാക്കിയിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോഴത്തേനും ഇത് നമ്മൾ ആദ്യം കോരി വെച്ചിട്ടുള്ള ഉള്ളില്ലേ അത് നമുക്ക് കൈയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കൈയിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. കാരണം അത് പെട്ടെന്ന് കുഴഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. വിടർത്തി കൊടുത്താൽ അത് നല്ല ക്രിസ്പിനെസ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് ട്രിപ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതും നമുക്കൊന്ന് കോരിയെടുക്കാം. ഈ കോരിയെടുത്ത ഉള്ളി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുക്കണം, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട്. ഇനി നമുക്ക് ആ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് പെരിഞ്ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പൊടികളായിട്ട് ഇതിലും കുറേശ്ശെ പൊടികൾ ചേർക്കുന്നുണ്ട്. കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, അതൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 മീഡിയം സൈസ് തക്കാളി ചേർത്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മസാല മൊത്തമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് ഒന്ന് മൂടി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇതാ നമ്മുടെ മസാല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൊരിച്ച ഉള്ളി കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വെക്കാം. നമുക്കിതിൻ്റെ വേവ് നമുക്കറിയാലോ, ആ ഒരു വേവ് അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മസാല മാത്രമല്ലേ ഉള്ളൂ, വല്ലാണ്ട് വെള്ളമായിട്ടില്ല. അപ്പോൾ ഇതാ മൂടി വെച്ചാൽ കുറച്ച് വെള്ളം വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി വന്നിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളം ഉണ്ട് വെച്ചിട്ട് നിങ്ങളിതാവണ്ട, കാരണം ഈ വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റും. ഇനി നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ചുക്ക പകുതിയോളം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വേപ്പിൻ്റെ ഇല ചേർത്തുകൊണ്ടിരിക്കുക, അത്രയും ടേസ്റ്റ് ആട്ടാ. ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക ഇതാ ഫുള്ളായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് സെർവ് ചെയ്യുക. ഇത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇത് കറി പോലെ ഇല്ലാന്ന് വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറിക്കൊന്നും കൂട്ടാൻ പറ്റിയ അധികമല്ല കേട്ടോ. കാരണം ഇതിൽ നല്ല മസാല ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മസാല കൂട്ടിയിട്ട് നെയ്ച്ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ പത്തിരിക്കും പൊറാട്ടയ്ക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്.